25 വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും. നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അതും മിതമായ നിരക്കിൽ. പച്ചക്കറി, പലചരക്ക്, സ്റ്റേഷനറി, ഫ്രൂട്ട്സ്, കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം. ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്. അറങ്ങാശ്ശേരി സ്റ്റോഴ്സ്, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 9961652529. മുള്ളൂർക്കര ആറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം നടന്നു. സമഗ്ര ശിക്ഷ കേരളം വടക്കാഞ്ചേരി BRCയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിലൂടെയാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 13 പ്രവർത്തന ഇടങ്ങളും കുട്ടികളുടെ പാർക്കും ഉൾപ്പെടുന്ന വർണ്ണക്കൂടാരത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് സഹായകരമായ വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ കളിച്ചും രസിച്ചും ആടിയും പാടിയും വ്യത്യസ്തമായ പഠന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നതിന് കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ മനോഹരമായ രീതിയിലുള്ള വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. സ്കൂൾ ക്യാമ്പസ് അടക്കം പാഠപുസ്തകമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മനോഹരമായ രീതിയിലെ കളിസ്ഥലവും കളിക്കുമ്പോഴും അവിടുന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും ക്ലാസ് റൂമുകളും വ്യത്യസ്തമായ കുട്ടികൾക്കുള്ള ഏകദേശം 13 മേഖലകളിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർണ്ണക്കൂടാര പദ്ധതി ഇവിടെ ചെലവഴിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികളാണ് ടീച്ചറെ? 235 കുട്ടികളിൽ രക്ഷിതാക്കൾ എത്ര ശതമാനമുണ്ട് എന്ന ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാം, ഈ പ്രദേശത്ത് കൂലിപ്പണിക്ക് പോകുന്നവരാണാവാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു 8 വർഷം മുമ്പേ ആറ്റൂർ UP സ്കൂൾ എങ്ങനെയായിരുന്നു? പഴയ ആനിവേഴ്സറി ചിത്രം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കണം. ആ ചിത്രവും ഈ ചിത്രവും ഇന്നത്തെ ചിത്രം വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ സ്കൂളിനകത്ത് വന്ന മാറ്റം ഓരോ കൊല്ലം വെച്ചടി കയറ്റമാണ്. ഇത് ഈ ഗുണം ആർക്കാണ്? നമ്മുടെ കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പദ്ധതികൾ ഇവിടെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്നാൽ എത്രത്തോളം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു സംശയമുണ്ട്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, ഒരു കുട്ടി കയറി വന്നപ്പോൾ എന്താ ഇവിടെ ഇന്നത്തെ പദ്ധതി ചോദിച്ചപ്പോൾ കുട്ടി ഇവിടെ ഡാൻസ് പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടി ഇനി വീട്ടിൽ ചെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ല പോലെ PTA ജനറൽ ബോഡി ബോധ്യപ്പെടുത്തി പോകണം. ഓരോ മാതാപിതാക്കൾക്കും സ്കൂളിലെ കുട്ടിയുമായി ബന്ധപ്പെടുത്തി ഈ സ്കൂളിലെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമം എന്ന് വെച്ചാൽ എപ്പോഴും സ്കൂളും രക്ഷിതാക്കളും തമ്മിൽ ഒരു നല്ല ഐക്യം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എന്തെല്ലാം മാറ്റം, എൻ്റെ കുട്ടിയുടെ അറിവ് വളരാൻ വേണ്ടി നമ്മുടെ സ്കൂൾ എടുക്കുന്ന ഉത്തരവാദിത്വം, അതിൻ്റെ പ്രയാസങ്ങളും എന്തെന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ രക്ഷിതാക്കളെ നിരന്തരം സ്കൂളുമായി ബന്ധപ്പെടാനും ആ കുട്ടികളുടെ അറിവ് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കൂ, അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഈ സ്കൂളിനകത്ത് നിങ്ങൾ നോക്കി എന്തെല്ലാം കുട്ടികൾക്ക് കുഞ്ഞു പ്രായത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ. അത് നമ്മുടെ കുട്ടിയുടെ ബുദ്ധിയും നമ്മുടെ കുട്ടിയുടെ അറിവും മാനസിക അവസ്ഥയും എല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് മുൻകാലങ്ങളിലെ ഈ കറുത്ത ബോർഡിൽ എഴുതി A-B എന്ന് പഠിപ്പിക്കുന്നതല്ല. ഇന്ന് അടിമുടി മാറുകയാണ്. ഒരു കുട്ടി ചെറുപ്രായത്തിൽ തന്നെ അവരെ
പൂർണ്ണമായും അന്തരീക്ഷത്തിലും നമ്മുടെ മറ്റു എല്ലാ പ്രകൃതിയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ കുട്ടിയെ നമുക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നല്ലപോലെ ബുദ്ധി വളർച്ചയുള്ള കുട്ടിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തെല്ലാം അടിസ്ഥാന ഘടകങ്ങളാണ് ആവശ്യമുള്ളത്, അത് ഏതെല്ലാം രീതിയിൽ നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്നു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അവയെക്കുറിച്ച് പഠിപ്പിച്ച് കുട്ടികൾ വീട്ടിൽ വന്ന് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരക്കിലാണ്, അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കള് വലുതായിട്ട് പോലും നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള നിലനിൽക്കുന്ന ഈ സാഹചര്യത്തില് നമുക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നൈപുണ്യങ്ങളും സ്കൂൾ തലത്തിൽ തന്നെ കൊണ്ടുപോയി മുതിർന്ന ഒരു നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോഴേക്കും ഏറെ കുറെ ധാരണകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിർത്തി പോകുന്നത്. സമഗ്ര ശിക്ഷ കേരള തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. സ്കൂളിലെ പ്രധാന അധ്യാപിക PU മുംതാസ്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം PG ഗനശ്രീ, സ്കൂളിലെ PTA പ്രസിഡന്റ് PH മുജീബ് റഹ്മാൻ, SMC ചെയർമാൻ നീതു വിനീഷ്, PTA വൈസ് പ്രസിഡന്റ് TA സുരേഷ്, MPTA പ്രസിഡന്റ് KR റൈഹാനത്ത്, സ്റ്റാഫ് സെക്രട്ടറി റിൽമ റപ്പായി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് മുള്ളൂർക്കര.